Reflex Tech Worldilekku ella priya kootarkum swagatham. Innu nammal oru 5.2 ആയിട്ടുള്ള ഒരു ആംപ്ലിഫയർ ആണ് നമ്മൾ റിവ്യൂ ചെയ്യാൻ പോകുന്നത്. അതായത് ഒരു AVR മോഡൽ ആയിട്ടുള്ള ഒരു ആംപ്ലിഫയർ ആണ് ഇന്നത്തെ. ഇതാണ് നമ്മുടെ ആംപ്ലിഫയർ വരുന്നത്. ഇതിനകത്ത് നമ്മൾ പ്രത്യേകമായിട്ട് ചെയ്തിരിക്കുന്നത് ഡിജിറ്റൽ ഇൻപുട്ട് ഉണ്ട്, അതുപോലെ തന്നെ അനലോഗ് ഇൻപുട്ട് ഇതൊക്കെയാണ് ഉൾപ്പെടുത്തിയാണ് ചെയ്തിരിക്കുന്നത്. ഇതിനകത്ത് വന്നിരിക്കുന്നത് HDMI ARC ആണ് ഇൻപുട്ട് ഉള്ളത്. പിന്നെ അതുകൂടാതെ ഒപ്റ്റിക്കൽ ഉണ്ട്, കോയാക്സിൽ, പിന്നെ വന്നിരിക്കുന്നതാണ് 3 ഓക്സിലറി ഇൻപുട്ട്. ഇത്രയൊക്കെയാണ് അതിനകത്ത് ഇൻപുട്ടുകൾ വരുന്നത്. പിന്നെ ഔട്ട്പുട്ട് സ്പീക്കർ ഔട്ട്പുട്ട് വരുന്നത് 5.2 ആയിട്ടാണ്. ഓരോ ചാനലും 100 വാട്ട് വീതം. അതുപോലെ തന്നെ സബ്വൂഫർ 300+300 ആണ് നമ്മൾ ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. നമ്മളിതിനകത്ത് സ്ഥിരം ഉപയോഗിക്കാറുള്ള പവർട്രിക്കിൻ്റെ ബോർഡ് തന്നെയാണ് 5 ചാനൽ ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത്. ഓരോ ചാനലിൽ 100 വാട്ട് ഇതാണ് കിട്ടുന്നത്. പിന്നെ ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത് NJW0302 അതുപോലെ തന്നെ NJW0281. ഇതാണ് ഇതിനകത്ത് നമ്മൾ 5 ചാനലിന് വേണ്ടി ഉപയോഗിച്ചിരിക്കുന്ന ട്രാൻസിസ്റ്ററുകൾ. സബ്വൂഫറിന് വേണ്ടി നമ്മൾ എടുത്തിരിക്കുന്നത് ഇതേ NJW തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. സെയിം തന്നെയാണ്. ഇതിനകത്ത് ഒരു ചാനലിൽ വരുന്നത്, ഒരു സബ് ആംപ്ലിഫയറിൽ വരുന്നത് 3 ട്രാൻസിസ്റ്ററാണ് ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത്. അതിനകത്തും NJW0302 അതുപോലെ തന്നെ NJW0281 ഇത് തന്നെയാണ് 2 ബോർഡിൽ ഉപയോഗിച്ചിരിക്കുന്നത്. രണ്ടും ഓരോ ചാനൽ, അതായത് ഓരോ സബിൻ്റെ ഔട്ട് കിട്ടുന്നത് നമുക്ക് 300 വാട്ട് RMS ആണ്. അതുപോലെ തന്നെ 300+300 ആണ് 2 സബിലേക്ക് വേണ്ടി കിട്ടുന്നത്. റിമോട്ട് കിറ്റിന് വേണ്ടി നമ്മൾ ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത് ഈ പ്രാവശ്യം ഫ്യൂടെക്കിൻ്റെ ആണ്. നമ്മൾ എടുത്തതിൻ്റെ കാര്യം എന്ന് വെച്ചാൽ ഫ്യൂടെക്കിൻ്റെ റിമോട്ട് കിറ്റും ഫ്യൂടെക്കിൻ്റെ HDMI കാർഡ് കൂടി നമ്മൾ ഒരുമിച്ചാണ് ചെയ്തിരിക്കുന്നത്. ഒറ്റ റിമോട്ടിൽ പെയർ ചെയ്യാവുന്ന രീതിയിലാണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ ഫ്യൂടെക്കിൻ്റെ റിമോട്ട് കിറ്റാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഡിജിറ്റൽ ഇൻപുട്ടിന് വേണ്ടി കൊടുത്തിരിക്കുന്നത് HDMI ARC സപ്പോർട്ട് ചെയ്യാവുന്നതും അതുപോലെ തന്നെ ഒപ്റ്റിക്കൽ, കോയാക്സിൽ ഇത് കൂടിയുള്ള ഫ്യൂടെക്കിൻ്റെ തന്നെ ഒരു കിറ്റാണ് നമ്മൾ ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത്. പിന്നെ 5.2 ആയിട്ടുള്ള ഒരു സ്പീക്കർ പ്രൊട്ടക്ഷൻ നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ട്. അതും പവർട്രിക്കിൻ്റെ തന്നെയാണ് നമ്മൾ ഇതിനകത്ത് 5.2ന് വേണ്ടിയിട്ട് ഉപയോഗിച്ചിരിക്കുന്ന സ്പീക്കർ പ്രൊട്ടക്ഷൻ. പിന്നെ ഇതിനകത്ത് ചെയ്തിരിക്കുന്ന പവർ സപ്ലൈക്ക് വേണ്ടി ചെയ്തിരിക്കുന്ന കുറച്ച് ഹെവി ആയിട്ടാണ് നമ്മൾ ടൊറോയിഡൽ ട്രാൻസ്ഫോമർ ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ സ്വന്തം ബോർഡിൽ തന്നെയാണ് പവർ സപ്ലൈ ബോർഡ് ചെയ്തിരിക്കുന്നത്. നമ്മൾ 2-3 ടൈപ്പിൽ വോൾട്ടേജ് എടുക്കാവുന്ന രീതിയിലാണ് ഇതിനകത്ത് പവർ സപ്ലൈ ചെയ്തിരിക്കുന്നത്. പിന്നെ കുറച്ചുകൂടി നമുക്ക് ബേസ് കൂടുതൽ കയറി നിൽക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത് ഒരു GTECHൻ്റെ സബ്വൂഫർ പ്രീ ഉപയോഗിച്ചിട്ടുണ്ട്. അതായത് സബ്വൂഫർ ഫിൽറ്റർ നമ്മൾ ഇതിനകത്ത് ഉപയോഗിച്ചിട്ടുണ്ട്. ഇത്രയൊക്കെയാണ് ഇതിനകത്ത് മെയിനായിട്ട് ഉപയോഗിച്ചാണ് ബോർഡുകളും കാര്യങ്ങളൊക്കെ. ഇനി നമുക്ക് ഇതിൻ്റെ ഓഡിയോ ക്വാളിറ്റിയും ചെക്ക് ചെയ്ത് നോക്കാം, അതുപോലെ തന്നെ ഇൻറ്റീരിയലും ചെക്ക് ചെയ്ത് നോക്കാം. പിന്നെ നമുക്ക് ചെറിയ രീതിയിലുള്ള ഒരു വീഡിയോ കൂടി ഇതിനകത്ത് ടെസ്റ്റ് ചെയ്ത് നോക്കാം. വീഡിയോയ്ക്കും ഓഡിയോയ്ക്കും ഉള്ള കുഴപ്പമെന്ന് വെച്ചാൽ നമുക്ക് കോപ്പിറൈറ്റ് പ്രോബ്ലം ഉള്ളതുകൊണ്ട് നമുക്ക് അവർ തരുന്ന ഇതേപോലെയുള്ള വീഡിയോസാണ് നമുക്ക് ഇടാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ ക്ഷമിക്കുക. കാരണം ഫിലിം സോങ്സോ അല്ലെങ്കിൽ ഫിലിം വീഡിയോ ആയിട്ട് ഇട്ട് കഴിഞ്ഞാൽ കോപ്പിറൈറ്റ് ബാധിക്കും. അപ്പോൾ നമുക്ക് ഈ വീഡിയോ തന്നെ നമുക്ക് ഡിലീറ്റ് ചെയ്യേണ്ട ഒരു അവസരം വരും. അതുകൊണ്ടാണ് അങ്ങനത്തെ വീഡിയോസുകൾ ഇടാത്തത്. ചെറിയ ഷോർട്സുകളായിട്ട് ഞാൻ ഇടാറുണ്ട്. അതിൽ നിങ്ങൾ പോയിട്ടൊന്ന് ചെക്ക് ചെയ്താൽ കാണാവുന്നതാണ് ഓഡിയോയും വീഡിയോ ആയിട്ട്. ഇതാണ് നമ്മുടെ ആംപ്ലിഫയറിൻ്റെ പുറകുവശം വരുന്നത്. ഈ ഭാഗത്ത് നിന്ന് നോക്കുകയാണെങ്കിൽ നമുക്ക് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത് മൊത്തം അക്രിലിക് ഷീറ്റ് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ഗ്ലോസി ടൈപ്പാണെന്ന് മാത്രം. പിന്നെ ഇൻപുട്ടുകളാണ് ഇതെല്ലാം കൊടുത്തിരിക്കുന്നത്. ഡിജിറ്റൽ ഇൻപുട്ടാണ്. ഇത് വന്നിരിക്കുന്നത് TV ARC ആണ്. നമുക്ക് TVയിൽ നിന്നുള്ള ARC മാത്രമാണ് ഇതിനകത്ത് കണക്റ്റ് ആവുന്നത്. ഇതിന് ഔട്ട് പോകുന്നതല്ല. അതുപോലെ തന്നെ കോയാക്സിലും ഓഡിയോ ഇൻപുട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഒപ്റ്റിക്കൽ അതുപോലെ തന്നെ ഓഡിയോ ഇൻപുട്ടാണ്, ഡിജിറ്റലാണ് ഇതെല്ലാം. പിന്നെ അനലോഗ് ഇൻപുട്ടുകളായിട്ട് ഓക്സ് 1, 2, 3 അങ്ങനെ അതിൻ്റെ ലെഫ്റ്റും റൈറ്റുകളാണ് ഇതെല്ലാം കൊടുത്തിരിക്കുന്നത്. പിന്നെ ഈ ഭാഗത്ത് വന്നിരിക്കുന്നതെല്ലാം സ്പീക്കർ ഔട്ട്പുട്ടുകളാണ്. അതായത് സബ് 1, സബ് 2 2 സബ്വൂഫർ ഔട്ടാണ് ഇതിനകത്തുള്ളത്. അതിൻ്റെ പ്ലസും മൈനസാണ്. പിന്നെ കൊടുത്തിരിക്കുന്നതാണ് സറൗണ്ട് ലെഫ്റ്റ് റൈറ്റ് ആണ് ഈ കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ പ്ലസ് മൈനസ്, സെൻറ്റർ ചാനലിൻ്റെ പ്ലസ് മൈനസ്, അതുപോലെ തന്നെ ഫ്രണ്ട് ലെഫ്റ്റ് റൈറ്റിൻ്റെ പ്ലസും മൈനസാണ് കൊടുത്തിരിക്കുന്നത്. അതുകൂടാതെ ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത് നമ്മളൊരു 3 പിൻ പ്ലഗ് ആണ് ഈ ഭാഗത്ത് കൊടുത്തിരിക്കുന്നത്. കമ്പ്യൂട്ടർ സോക്കറ്റ് വെച്ച് നമുക്കിത് കണക്ട് ചെയ്യാൻ സാധിക്കും. ഇതിനകത്ത് ഇൻബിൽറ്റ് ഫ്യൂസോട് കൂടി തന്നെയാണ് വരുന്നത്. ഇത്രയൊക്കെയാണ് നമ്മുടെ ആംപ്ലിഫയറിൻ്റെ പുറകുവശം വരുന്നത്. ഇതാണ് നമ്മുടെ ആംപ്ലിഫയറിൻ്റെ ഉൾവശം വരുന്നത്. ഈ ഭാഗത്ത് നോക്കുകയാണെങ്കിൽ മൊത്തം നമ്മൾ പവർ സപ്ലൈ ആണ് കൊടുത്തിരിക്കുന്നത്. ഇത് വന്നിരിക്കുന്നത് ടൊറോയിഡൽ ട്രാൻസ്ഫോമർ ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഇതിനകത്ത് 2-3 ടൈപ്പിൽ വോൾട്ടേജ് നമ്മൾ എടുത്തിട്ടുണ്ട്. സബ്വൂഫറിന് വേണ്ടി എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 5 ചാനലിന് വേണ്ടി എടുത്തിട്ടുണ്ട്. സ്പീക്കർ പ്രൊട്ടക്ഷന്, റിമോട്ട് കിറ്റിന്, അങ്ങനെ എല്ലാ രീതിയിലേക്കും സെപ്പറേറ്റ് ആണ് എടുത്തിരിക്കുന്നത്. ഇതിനകത്ത് ഇതിൽ വന്നിരിക്കുന്നത് മെയിനായിട്ട് വന്നിരിക്കുന്നത് 55-055 ആണ് നമ്മൾ 2 സബ്വൂഫർ ആംപ്ലിഫയറിന് വേണ്ടി കൊടുത്തിരിക്കുന്നത്. ചാനലിന് വേണ്ടി കൊടുത്തിരിക്കുന്നത് 35-035 DC വോൾട്ടാണ്. പിന്നെ വന്നിരിക്കുന്നതെല്ലാം
12 വോൾട്ടുകളാണ്. 12 വോൾട്ട് ഒരു ഫാനുള്ളത് നമ്മൾ തന്നെ പറഞ്ഞ് ചെയ്യിപ്പിക്കുന്ന പവർ സപ്ലൈ ബോർഡാണ് നമ്മുടെ പേരിൽ റിഫ്ലക്സ് തന്നെ. ഇത് വന്നിരിക്കുന്നത് ഫാനിന് വേണ്ടിയിട്ടുള്ള സപ്ലൈ, പിന്നെ ഡ്യുവൽ സപ്ലൈ എടുത്തിട്ട് സബ് വൂഫറിൻ്റെ പ്രീ നമ്മൾ സെപ്പറേറ്റ് ഇത്തിരി പഞ്ച് കൂടാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ബാക്കി എല്ലാവരും എടുത്തിരിക്കുന്ന 55-35 വോൾട്ടിനൊക്കെ വേണ്ടിയിട്ടുള്ള കപ്പാസിറ്റികളാണ്. ഇതെല്ലാവരും 10,000 നമ്മൾ എടുത്തിരിക്കുന്നത്. പിന്നെ 2 കൂളിംഗ് ഫാനാണ് ഈ 2 ഭാഗത്തായിട്ട് കൊടുത്തിരിക്കുന്നത്. ഈ ബോർഡ് ഇറക്കിയിരിക്കുന്നത് യൂണിവേഴ്സൽ ഓഡിയോസാണ് ഇറക്കിയിരിക്കുന്നത്. ഇതിനകത്ത് NJW സീരീസ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത്, 03, 02, അതുപോലെ തന്നെ 0281 അങ്ങനെ ഉപയോഗിച്ചിട്ടുള്ള ട്രാൻസിസ്റ്ററാണ് ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത്. 6 ട്രാൻസിസ്റ്ററാണ് ഒരു ബോർഡിൽ വരുന്നത്. ഓരോ ചാനലിന് വേണ്ടിയിട്ട് നമ്മൾ കിട്ടുന്ന ഓരോ സബ് വൂഫർ ഔട്ട് വരുന്നത് 300 വാട്ടാണ്. അത് 300+300 ആണ് നമുക്ക് ലഭിക്കുന്നത്. ഇതിലും അത് തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. പവർട്രിക്കിൻ്റെ ബോർഡാണ് നമ്മൾ 5 ചാനലിന് വേണ്ടി എടുത്തിരിക്കുന്നത്. ഇതിൽ NJW സീരീസ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത്, 03, 02, അതുപോലെ തന്നെ 0281. ഇതിൽ 5 ചാനലിന് വേണ്ടിയിട്ടും നമ്മൾ 5 പെയറാണ് ഉപയോഗിച്ചിരിക്കുന്നത്. പുറകിലായിട്ട് നമ്മൾ സ്പീക്കർ പ്രൊട്ടക്ഷൻ കൊടുത്തിരിക്കുന്നത് 5.2 ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഇതും നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് പവർട്രിക്കിൻ്റെ ബോർഡ് തന്നെയാണ്. ഇതാണ് നമ്മുടെ റിമോട്ട് കിറ്റ് വരുന്നത്. ഈ പ്രാവശ്യം നമ്മൾ എടുത്തിരിക്കുന്നത് ഫ്യൂടെക്കിൻ്റെയാണ് റിമോട്ട് കിറ്റ്. കാരണം ഇതിൽ റിമോട്ടിൽ പെയർ ആക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഫ്യൂടെക് ഉപയോഗിച്ചിരിക്കുന്നത്. ഇതിൻ്റെ HDMI കാർഡ് ഉപയോഗിച്ചിരിക്കുന്നത് ഫ്യൂടെക് തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. രണ്ടും സെയിം കമ്പനി തന്നെയാണ് ഫ്യൂടെക് ഉപയോഗിച്ചിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ ഫ്രണ്ട് പാനലിലായിട്ടാണ് നമ്മൾ ഡിസ്പ്ലേയും കാര്യങ്ങളും വരുന്നത്. ഈ ഭാഗത്ത് സബ് വൂഫറിൻ്റെ പ്രീയും കൂടി നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നിങ്ങൾ നോക്കിയാലറിയാം ഇതെല്ലാം ബനാന സോക്കറ്റാണ് ഉപയോഗിച്ചിരിക്കുന്നത് എല്ലാ ചാനലിനും വേണ്ടിയിട്ട്. പിന്നെ ഇതിൽ നിങ്ങൾക്ക് നോക്കിയാലറിയാം മാക്സിമം നമ്മൾ ഷീൽഡ് വയർ ഉപയോഗിച്ചാണ് ആംപ്ലിഫയറിൻ്റെ ഇൻപുട്ടുകളെല്ലാം കൊടുത്തിരിക്കുന്നത്. ഈ 5 ചാനലിനും 2 സബ് വൂഫറിനും വേണ്ടിയിട്ടുള്ള ഈ സൈഡിൽ കൂടെയാണ് നമ്മൾ ഷീൽഡ് വയർ ഉപയോഗിച്ചിരിക്കുന്നത്. നല്ല രീതിയിൽ തന്നെ കവർ ചെയ്തിട്ടാണ് കൊടുത്തിരിക്കുന്നത്. നോയ്സ് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് മാക്സിമം നമ്മൾ ഷീൽഡ് വയർ ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് നോയ്സ് തീരെ കുറവാണ്. നമ്മൾ ഫുൾ വോളിയം വെച്ചാൽ നോയ്സ് തീരെ അറിയില്ല. ഇത്രയൊക്കെയാണ് നമ്മുടെ ആംപ്ലിഫയറിൻ്റെ ഉൾവശം വരുന്നത്. ഇതാണ് നമ്മുടെ ആംപ്ലിഫയറിൻ്റെ മുൻവശം വരുന്നത്. ഇത് ഫുള്ള് ബ്ലാക്ക് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇത് മാറ്റ് ഫിനിഷിലാണ് ഇവിടെ ബ്ലാക്ക് കൊടുത്തിരിക്കുന്നത്. ഉൾവശം നമ്മൾ കൊടുത്തിരിക്കുന്നത് ഗ്ലോസി ടൈപ്പ് ഗ്ലാസ് ആണ് കൊടുത്തിരിക്കുന്നത്. ഈ ഭാഗത്ത് വരാണെങ്കിൽ നമുക്കിത് എൻകോഡർ ആണ്. ഇതിൽ പ്രസ് ചെയ്യുന്നതോടെ നമുക്ക് ഇതിൽ ഡിസ്പ്ലേയിൽ നോക്കിയാൽ അറിയാം നമുക്ക് ഫ്രണ്ട് വോളിയം അഡ്ജസ്റ്റ് ചെയ്യാതെ തന്നെ റിയർ, സെൻറ്റർ, സബ് വൂഫർ, പിന്നെ അതിൻ്റെ ബേസ്, ട്രെബിൾ ഇതെല്ലാം അഡ്ജസ്റ്റ് ചെയ്യാം. അതുപോലെ തന്നെ ഇതിനകത്ത് ലോങ് പ്രസ് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഇൻപുട്ടുകൾ സെലക്ട് ചെയ്യാൻ സാധിക്കും. ഓക്സിലർ 1, 2, 3 അതുപോലെ തന്നെ ഒപ്റ്റിക്കൽ, കോയാക്സിൽ ഇതെല്ലാം സെലക്ട് ചെയ്യാനായിട്ട് ഈ എൻകോഡർ വഴി സാധിക്കും. അതിൽ തന്നെയാണ് ഇതിൻ്റെ മാസ്റ്റർ വോളിയം കൊടുത്തിരിക്കുന്നത്. പിന്നെ ഒരു എൽക്കോണിൻ്റെ പവർ ഓൺ സ്വിച്ചാണ് നമ്മൾ ഈ ഭാഗത്ത് കൊടുത്തിരിക്കുന്നത്. ഇതെല്ലാം ഗ്ലാസ് ആയിട്ടാണ് സെൻറ്റർ ഭാഗം വന്നിരിക്കുന്നത്. പിന്നെ വന്നിരിക്കുന്നത് USB സ്ലോട്ടാണ് ഈ ഭാഗത്ത് കൊടുത്തിരിക്കുന്നത്. ഇത് വന്നിരിക്കുന്നത് സബ് വൂഫറിൻ്റെ ഒരു ഓളിയാണ്. കൂടുതലും കാഴ്ച ഭംഗിയും കൂടാതെ തന്നെ നമുക്കിത് വർക്കിംഗ് ആണ്. സബ് വൂഫറിൻ്റെ ഓളി നമുക്ക് പെട്ടെന്ന് കുറയ്ക്കാനൊക്കെ സാധിക്കാം, ഇതുവഴി സാധിക്കും. അതിന് വേണ്ടിയിട്ടാണ് നമ്മളിപ്പുറത്തും സബ് വൂഫറിന് വേണ്ടിയിട്ടുള്ള ഒരു കൺട്രോൾ കൊടുത്തിരിക്കുന്നത്. ഇത്രയൊക്കെയാണ് ഇതിൻ്റെ മുൻവശം വരുന്നത്. ഇതാണ് ഇതിൻ്റെ റിമോട്ട് വരുന്നത്. ഇതിൽ റിമോട്ടിലെ ഫംഗ്ഷൻ മിക്ക വീഡിയോയിൽ ഞാൻ കാണിക്കുന്നതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കൂട്ടുകാരെല്ലാം കൊണ്ടുവരൊക്കെ ചിലപ്പോൾ ചില ഡൗട്ടുകൾ വിചാരിക്കും. അപ്പോൾ അത് പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഈ വീഡിയോ എടുത്ത് ചെക്ക് ചെയ്താൽ നമുക്ക് റിമോട്ടിൻ്റെ ഫംഗ്ഷൻ ബ്ലൂടൂത്ത് എങ്ങനെയാണ് ഓൺ ചെയ്യണമെന്നൊക്കെ അറിയാൻ സാധിക്കും. അതിന് വേണ്ടിയാണ് മിക്ക വീഡിയോയിലും കാണിക്കുന്നത്. ഇതിലിപ്പോൾ വന്നിരിക്കുന്നത് DVD എഴുതിയാണ് ഏറ്റവും മുകളിലായിട്ട് ലെഫ്റ്റ് സൈഡിൽ കാണാം. അതിലാണ് ARC, ഒപ്റ്റിക്കൽ, കോയാക്സിൽ 3 ഡിജിറ്റൽ ഇൻപുട്ട് വന്നിരിക്കുന്നത് ഏറ്റവും മുകളിൽ കാണുന്ന ബട്ടണിലാണ്. പിന്നെ അതിൻ്റെ താഴെയായിട്ട് USB, OX 1, OX 2, OX 3. ഈ ബ്ലൂടൂത്ത് എടുക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ USB പാനലിൻ്റെ ഈ ബട്ടൺ ഞെക്കിയതിന് ശേഷം, അതായത് USB-യുടെ ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിനകത്ത് USB എന്ന് എഴുതി കാണിക്കും. അതിനുശേഷം നമുക്ക് മോഡ് സെലക്ട് ചെയ്യാം. മോഡ് സെലക്ട് ചെയ്യുമ്പോൾ ഇതേപോലെ തന്നെ ഓക്സിലറി എന്ന് പറയും, FM റെക്കോർഡിങ്, ബ്ലൂടൂത്ത് എന്ന് പറയും, ചിലപ്പോൾ BT എന്നായിരിക്കും പറയുന്നത്. അത് വന്നതിന് ശേഷം നമ്മൾ സ്റ്റോപ്പ് ചെയ്യുക. അതിനുശേഷം ഫോണിൽ സെർച്ച് ചെയ്യുക. പിന്നെ വന്നിരിക്കുന്നത് ഇതിൻ്റെ ഗെയിനാണ്. ഗെയിൻ ഇതിൽ ഓൾറെഡി നമ്മൾ സെറ്റ് ചെയ്തിട്ടാണ് വിടുന്നത്. പിന്നെ മെനു. പിന്നെ ഇത് വന്നിരിക്കുന്നത് FM ട്യൂൺ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇത് USB പാനലിൻ്റെ ലെഫ്റ്റ് റൈറ്റ്, അതുപോലെ തന്നെ USB പാനലിൻ്റെ വോളിയം പ്ലസ് മൈനസ് ചെയ്യാനായിട്ടും ഇത് സാധിക്കും നമുക്ക്. പിന്നെ മ്യൂട്ട് ബട്ടനാണ്. പിന്നെ എസ്കേപ്പ് ബട്ടൺ. ഇത് ഫ്രണ്ട് ചാനലിൻ്റെ ലെഫ്റ്റ് റൈറ്റ് വോളിയാണ് കൊടുത്തിരിക്കുന്നത്, പ്ലസ് മൈനസ്. ഇത് റിയർ ചാനലിൻ്റെ പ്ലസ് മൈനസ്. സബ് വൂഫറിൻ്റെ വോളിയം, സെൻറ്റർ, മാസ്റ്റർ വോളിയം. നമ്മളിത് മിക്കവാറും വെക്കുന്നത് ഒരു 20 വോളിയത്തിൽ വെച്ചതിന് ശേഷം നമ്മുടെ റൂമിൻ്റെ അലൈൻമെൻറ്റ് എങ്ങനെ നോക്കുക. നോർമൽ നീളമുള്ള റൂമാണെന്നുണ്ടെങ്കിൽ ഫ്രണ്ട് ഒരു 25 വയ്ക്കുക. അതുപോലെ തന്നെ റിയർ വേണമെന്ന് ഒരു 30 വയ്ക്കുക. സെൻറ്ററും ഇതുപോലെ തന്നെ ഒരു 25 വയ്ക്കുക. സബ് വൂഫറിന് കുറച്ച് ബേസ് വേണമെന്നുണ്ടെങ്കിൽ ഒരു 30 വയ്ക്കുക. അതിനുശേഷം മാസ്റ്റർ വോളിയം കൂട്ടുക. ബേസ് നമ്മൾ വെക്കേണ്ടത് നമ്മുടെ ഉപയോഗിക്കുന്ന സ്പീക്കറിനനുസരിച്ചാണ്. ട്രിബിൾ എത്രത്തോളം വേണമെന്ന് വെച്ചാൽ വയ്ക്കുക. പിന്നെ USB പാനലിൻ്റെ പാട്ടുകൾ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ബട്ടണുകൾ ഇതെല്ലാം. പിന്നെ ഈക്വലൈസർ ഇതൊന്നും നമുക്ക് ആവശ്യമില്ല. പിന്നെ അതുകൂടാതെ നമുക്ക് സ്റ്റീരിയോ ഇൻപുട്ട്, പിന്നെ അതുകൂടാതെ നമുക്ക് 5.1 സ്റ്റീരിയോ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ബട്ടണുകളാണ് ഇതെല്ലാം താഴെ. ഇത്രയൊക്കെയാണ് റിമോട്ടിൽ വരുന്നത്. ഇപ്പോൾ നമ്മൾ ഇതിനകത്ത് എല്ലാ സ്പീക്കറും കണക്ട് ചെയ്തിട്ടുണ്ട്. കടയിൽ ഉപയോഗിക്കുന്ന ലെഫ്റ്റ് റൈറ്റ് സ്പീക്കർ, അതുപോലെ തന്നെ സറൗണ്ട് സ്പീക്കർ ഉപയോഗിച്ചിട്ടുണ്ട്. സെൻട്രൽ സ്പീക്കറിൽ നമ്മൾ കടയിൽ ഉപയോഗിക്കുന്ന 4 ഇഞ്ച് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. സബ് വൂഫർ കൊടുത്തിരിക്കുന്നത് സോണിയുടെ 12 ഇഞ്ചാണ് നമ്മൾ തൽക്കാലം കൊടുത്തിരിക്കുന്നത്. 2 സബിന് പകരം ഒരു സബ് വൂഫറാണ് നമ്മൾ ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ TV-യിലുള്ള വീഡിയോ വേറെ ഇടാൻ സാധിക്കാത്തതുകൊണ്ടാണ് നമ്മൾ ഇതിനകത്ത് NCS മ്യൂസിക് ഉപയോഗിക്കുന്നത്. അതുവഴിയാണ് നമ്മൾ ARC വഴിയാണ് TV-യിൽ നിന്ന് കണക്ട് ചെയ്തിരിക്കുന്നത്. ഇനി ഒന്ന് പ്ലേ ചെയ്ത് നോക്കാം.
ഇത്രയൊക്കെയാണ് ഈ ആംപ്ലിഫയറിനെ കുറിച്ചുള്ളത്. പിന്നെ ഇതിൻ്റെ എല്ലാ വാട്ട്സ്, എന്തൊക്കെ ഇൻപുട്ടുകൾ, എന്തൊക്കെ ഔട്ട്പുട്ടുകൾ, ഇതിൻ്റെ വില എത്ര, ഇതെല്ലാം ഞാൻ താഴെ ഡീറ്റെയിൽ ആയിട്ട് കൊടുക്കാറുണ്ട്. അത് നിങ്ങൾ പോയിട്ടൊന്ന് ചെക്ക് ചെയ്യുക. പിന്നെ ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ മാക്സിമം നിങ്ങൾ എനിക്ക് കോള് വിളിച്ചാൽ മതി. വാട്സപ്പ് ചാറ്റ് മാക്സിമം ഒഴിവാക്കാം. അതുപോലെ തന്നെ IMO കോളോ അല്ലെങ്കിൽ വാട്സപ്പ് കോളോ എനിക്ക് വിഷയമില്ല. കോള് വിളിച്ചാൽ മതി. ചാറ്റിങ് മാക്സിമം ഒഴിവാക്കുക. ചിലപ്പോൾ ഒരു ചാറ്റിങ്ങിനൊക്കെ ഒരു ഉത്തരം തരും. ചാറ്റിങ് മാത്രമായിട്ടിരുന്നാൽ അധികം ഉത്തരം തരില്ല. ഇത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോസിലുള്ളത്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാവുകയാണെങ്കിൽ, അതുപോലെ തന്നെ ഉപകാരപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. കൂടാതെ സബ്സ്ക്രൈബ് കൂടി ചെയ്യാനവർക്ക് ആ സബ്സ്ക്രൈബ് ബട്ടൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു ബെല്ലൈക്കൺ കാണാം. അത് അമർത്തിയാലും നമ്മുടെ ചാനലിൽ വരുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് പെട്ടെന്ന് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുകയുള്ളൂ. ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.